ഹായ് കുട്ടികളെ, ലോസ് ഓഫ് മോഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പൾസ് എന്ന് പറയും. അതുകൂടെ പറഞ്ഞാൽ നമുക്ക് ഈ ലോസ് ഓഫ് മോഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഡ്യൂറേഷനിൽ വരുന്ന വെരി ഫാസ്റ്റായിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ ക്രിക്കറ്റൊക്കെ നിങ്ങൾ കളി കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ കളിക്കുന്നവരാകും. അപ്പോൾ ബോൾ വന്ന് ഹിറ്റ് ചെയ്ത് തെറിച്ചു പോവുകയാണ് ബാറ്റിലേക്ക്. അപ്പോൾ ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലാണ്, ഒരു ചെറിയ കോൺടാക്ട് ടൈമേ ഉള്ളൂ. എന്തിന്? ഈ ബോൾ വന്ന് നമ്മുടെ ബാറ്റിൽ ഹിറ്റ് ചെയ്യാൻ, എന്നിട്ടത് റീബൗണ്ട് ചെയ്ത് പോവുകയാണ്. അതുപോലെ ടെന്നീസ് കളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ വരുന്ന ആ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ഫോഴ്സ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡ്യൂറേഷൻ ടൈം ആണ് ദാറ്റ് ഈസ് ഇമ്പൾസ്. ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ ടൈം ചെറുതായതുകൊണ്ട് നമുക്ക് പറയാം ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി, സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. അപ്പോൾ നമുക്കറിയാം ആസ് പെർ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആയിട്ട് എടുക്കാം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇനിഷ്യൽ മൊമെൻറ്റം അല്ലേ? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. സോ നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാം, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈമാണ്, അതേപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെൻറ്റവുമാണ്. ഈ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ രണ്ട് കോൺസെപ്റ്റിനെ വെച്ചിട്ട് മാത്രമുള്ള പ്രോബ്ലംസേ വരാറുള്ളൂ. ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഇമ്പൾസ് എന്താണെന്ന്. ഇമ്പൾസ് നമ്മൾ നോക്കിയിട്ടില്ല, റോഡിലൊക്കെ ഏറ്റവും കൂടുതൽ കുഴി വരുന്ന എവിടെയായിരിക്കും? അതായത് മെയിൻലി ഇങ്ങനെ ഹൊറിസോണ്ടൽ വളവുള്ളിടത്ത്, അതേപോലെ തന്നെ നമ്മൾ വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വളവുള്ള കേസിൽ. അപ്പോൾ ഹൊറിസോണ്ടൽ വളവുള്ള സ്ഥലത്ത് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ വരുന്നു, പെട്ടെന്നായിരിക്കും ഒരു ഹോറൻ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഹോറൻ കേൾക്കാതെ തന്നെ വണ്ടികൾ വരും. അപ്പോൾ സഡനായിട്ട് ഇവരിവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ സഡൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് ഇടുവാണ്. പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പം നോർമലി നമ്മൾ റോഡിന് മേലെ കൂടെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വരുന്ന കാണുമ്പോൾ അവർക്ക് മെല്ലെ സ്ലോയിൽ ബ്രേക്ക് ഇട്ട് മെല്ലെ അങ്ങ് പോയാൽ മതി, സഡൻ ബ്രേക്ക് ഇടേണ്ട ആവശ്യം വരുന്നത്. പക്ഷേ ഈ കേസിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും വണ്ടി ഇത് കൂടെ വരുന്നത്, ചിലപ്പോൾ ഇതുവഴി വരേണ്ട വണ്ടി ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ഇവർ സഡനായിട്ട് ഇവിടെ ബ്രേക്ക് ഇട്ട് കളയും. സഡൻ ബ്രേക്ക് എന്ന് പറയുന്നതും ഒരു ഇമ്പൾസ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഏറ്റവും കൂടുതൽ കാരണം സഡനായിട്ടുള്ള ഈ ബ്രേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ടാർ ഇളകി അത് പൊട്ടും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാർസ്, ഇങ്ങനെ നമ്മൾ സഡൻ ബ്രേക്ക് വരുന്നിടത്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻ്റർലോക്ക് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞു പീസസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളൊരു കുഷ്യൻ കൊടുക്കുന്നുണ്ട് മെറ്റലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അഥവാ അത് ഇളകിയാലും നമുക്ക് ശരിക്കും പിന്നെ ഇടാൻ പറ്റും, അത് പെട്ടെന്ന് ഇളകത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ, അതുപോലെ തന്നെ വെർട്ടിക്കൽ കർവുള്ള കേസിൽ സഡനായിട്ട് ചിലപ്പോൾ ബ്രേക്ക് വരും. അപ്പോൾ ആ കർവിൻ്റെ താഴെയൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഈ താഴെയായിട്ടൊക്കെയാണ് ഈ പൊട്ടിപ്പൊളിയുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ നാലും കൂടിയ മൂല വരുന്ന സ്ഥലത്ത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് എവിടെ വരുന്നു അവിടേക്ക് റോഡ് പൊളിയും. അപ്പോൾ ഈ സഡൻ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ വരുന്ന ലാർജ് ഫോഴ്സാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് എന്താണെന്ന് പഠിച്ചു. ഇമ്പൾസിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫോഴ്സ് ഇൻറ്റു ടൈം, അതാണ് ഇമ്പൾസ്. ആ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം അത് നമ്മുടെ ആസ് പെർ നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് നമുക്ക് ഇതും കണ്ടുപിടിക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ആ രണ്ട് കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. കാരണം ലാസ്റ്റ് ഇയറിലും വന്നിട്ടുണ്ട്, മിക്കവാറും ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ട്, അതിന് മുന്നേയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കൺസെപ്റ്റ് ഓർത്താൽ മതി. ഇത് 2014 ഒരു പ്രോബ്ലമാണ്. ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇനിഷ്യൽ വെലോസിറ്റി, ഇനിഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. എ ബോൾ ഓഫ് മാസ്, ഒരു ബോൾ ഉണ്ട്, അതിൻ്റെ മാസ് 10 ഗ്രാമാണ്. മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ വോൾ. ഒരു വോളിന് പെർപെൻഡിക്കുലറായിട്ട് അത് മൂവ് ചെയ്യുവാണ്. ഇങ്ങനെ ഒരു ബോള് ഈ ഒരു പാത്തിൽ മൂവ് ചെയ്യുവാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഗ്രാം ഇങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിൽ അത് ടച്ച് ചെയ്തു, എന്നിട്ട് റീബൗണ്ട്സ് ചെയ്ത സെയിം ലൈൻ. അപ്പോൾ ആ സെയിം ലൈനിൽ തന്നെ, ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരു ലൈനിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പോയി ടച്ച് ചെയ്തിട്ട്
അതിനൊരു ചേഞ്ച് മാത്രമേ നോർമലി നമ്മൾ ഇടിക്കുമ്പോൾ ഇങ്ങനെ പോയി താഴേക്കാണ് വരിക. അങ്ങനെ വരുന്നില്ല, അത് സെയിം ലൈനിൽ തന്നെ തിരിച്ച് വരികയെന്ന് വിചാരിക്കുക ആ ബോൾ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോൾ ഈസ് ഇമ്പൾസ് തന്നിട്ടുണ്ട്, നമ്മൾക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം മാസ് ഈസ് ഈക്വൽ ടു 10 ഗ്രാം. 10 ഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ അതിനെ കെ ജിയിലേക്ക് ആക്കുക. എത്രയാ? 10/1000 kg. പിന്നെ പറഞ്ഞേക്കുന്നത് വെലോസിറ്റി സെയിം ആണെന്ന് പറയുന്നത്. അപ്പം സോ യു ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു, നമുക്ക് വി എന്ന് തന്നെ എടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഒക്കെ സെയിം ആണ്, കാരണം ഇതും വിയിൽ പോകുന്നു ഇതും വിയിൽ പോകുന്നു. ഇഫ് ദ ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോൾ, ഇമ്പൾസ് തന്നിട്ടുണ്ട്. ഇമ്പൾസ് എത്രയാണ് തന്നേക്കുന്നത്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടി ഈക്വൽ ടു 0.54. ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ആണ്, അതൊന്ന് ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് വാട്ട്? നമ്മുടെ സെയിം ഇക്വേഷൻ അങ്ങ് ഓർത്താൽ മതി. എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പം എം ഇൻറ്റു വി മൈനസ് യു. ഇതിൽ എം എത്രയാ? 10/1000 ഇൻറ്റു വി എന്ന് പറയുന്നത് വി തന്നെ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് നമ്മൾ വി ആയിട്ട് എടുത്താൽ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് വരും? ഇത് ഈ ഡയറക്ഷനിലാണ്, നമ്മൾ ഡയറക്ഷൻ വേണ്ടേ? വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ വി അങ്ങോട്ടാണ് എടുത്തത് പ്ലസ് എങ്കിൽ ഇങ്ങോട്ട് എടുത്തത് മൈനസ് ആയിട്ട് എടുക്കണം. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ വി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണ് ഇതിൻ്റെ വി. അപ്പോൾ ഫൈനൽ വി എന്ന് പറയുന്നത് നമുക്ക് മൈനസ് വി ആയിട്ട് എടുക്കാം. അപ്പോൾ ഫൈനൽ വി മൈനസ് യു ഈക്വൽ ടു 100/1000 ഇൻറ്റു -2v. അതെങ്ങനെ എന്നൊന്ന് മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് മാത്രമാണ് നമുക്കിവിടെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഒരെണ്ണം വി അങ്ങോട്ടാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന റീബൗണ്ട് ചെയ്തിട്ട് ഇത് ഭിത്തിയിൽ പോയിട്ട് റീബൗണ്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി മാറുന്നതുകൊണ്ടാണ് മൈനസ് എടുത്തത്. അപ്പോൾ -2v എന്ന് പറയുന്ന ആൻസർ എത്രയാണ് നമുക്ക് തന്നേക്കുന്ന? എഫ് ടി എന്ന് പറയുന്നത് 0.54. അപ്പോൾ നമുക്കറിയാമല്ലോ വി ഇസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക 0.54 ഇൻറ്റു ഇതിനൊരു 0 വെട്ടിക്കളയാമല്ലോ, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2. മൈനസ് ഉണ്ട്, മൈനസ് കുഴപ്പമില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 54/2 ഈസ് ഈക്വൽ ടു എത്ര വരും? 27 അല്ലേ? അപ്പോൾ 27 എന്താണ് വി? മീറ്റർ പെർ സെക്കൻഡ്. സോ 27 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആൻസർ ഇതല്ലേ? സിമ്പിൾ അല്ലേ? ഇക്വേഷൻ ഓർത്തിരിക്കുക. എഫ് ഇൻറ്റു ടി അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എം വി, ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. സോ ഷോർട്ട് ഡ്യൂറേഷനിൽ വരുന്ന ഒരു ഫോഴ്സാണ്, വലിയ ഫോഴ്സാണ് എന്ന് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്നത്. അത് രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ട് 2025 വന്നൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അടുത്തത് 2025 ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ്. ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്ലൈഡ് ടു എ മാസ്, അല്ല ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ടു എ മാസ് ഓഫ് ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് 200 ഗ്രാം. അപ്പോൾ തന്നെ നമ്മൾ അതിനെ കെ ജി ആക്കുക, 0.2 kg. ടു ചേഞ്ച് ഇറ്റ്സ് വെലോസിറ്റി ബൈ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡയറക്റ്റായിട്ട് തന്നിരിക്കുക. അതായത് വി മൈനസ് ഫൈനൽ മൈനസ് വി മൈനസ് യു ഈക്വൽ ടു എത്രയാണ് പറഞ്ഞേക്കുന്നത്? 25 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം വി മൈനസ് എം യു. മാസ് സെയിം ആയതുകൊണ്ട് എം ഇൻറ്റു വി മൈനസ് യു. അപ്പം ഫോഴ്സ് കണ്ടുപിടിക്കണം. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. എത്രയാണ് തന്നേക്കുന്നത്? 0.2 ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി 25 പറഞ്ഞിട്ടുണ്ട് ബൈ 5. സിമ്പിൾ അല്ലേ? 5 ആയി 2 10. സോ പോയിൻ്റ് ഉള്ളതുകൊണ്ട് 1 ന്യൂട്ടൺ. വെരി ഈസി ക്വസ്റ്റ്യൻ. ഈ ഫോമിൽ എപ്പോഴെങ്കിലും ഇതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് ഇമ്പൾസിൻ്റെ പ്രോബ്ലം ആയിരിക്കും. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ഇല്ല, ഫോഴ്സ് ഈസ് ഈക്വൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ അതുകൊണ്ട് എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് എം വി മൈനസ് എം യു ആയിരിക്കും. അതായത് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. ഇവിടെ മാസ് തന്നിട്ടുണ്ട്,
ചേഞ്ച് ഇൻ വെലോസിറ്റി അത് മാത്രം ഓർത്താൽ മതി. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡയറക്റ്റായി തന്നിരിക്കുകയാണ്. പിന്നെ ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ്സ് കൊണ്ട് ഈ വെലോസിറ്റി ഇത്രയും ചേഞ്ച് ചെയ്തു. അന്നേരം അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സാണ് ചോദിച്ചേക്കുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ലോസ് ഓഫ് മോഷൻ കഴിയാണ്. പിന്നെ ചെറിയ ചെറിയ ഇതുണ്ട്, അത് അധികം വരാത്ത പ്രോബ്ലംസാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. മറ്റേ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ, സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ചെറിയ ഇത് എപ്പോഴെങ്കിലും ഇനി ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എടുക്കാം. ഇതില്ലെങ്കിൽ ഇത്ര ഏകദേശം ഈ പറഞ്ഞ പോയിൻറ്റ്സിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ 8 പാർട്ടായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാൽ അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോബ്ലം പോലും നിങ്ങൾ മിസ്സാക്കരുത്. ഇതേമാതിരി വരുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. വളരെ ഈസി ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി കൂടുതൽ പ്രോബ്ലംസും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും എക്സാമിന് ചെയ്യാൻ വേണ്ടി. പിന്നെ ചെറിയ ചെറിയ ന്യൂമറിക്കൽ എറേഴ്സ് വരുത്താതെ നോക്കുക. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ഗ്രാം കൺവേർഷനിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടി എന്തെങ്കിലും പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടോ എന്നൊന്ന് ഓടിച്ച് നോക്കുക. സ്പീഡിൽ കവർ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിസിക്സ് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസൊക്കെ ആയിരിക്കും എല്ലാം വരുന്നത്. അപ്പോൾ അത് നോക്കി ചെയ്യുക. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.